അല്ല, ഞാൻ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് അന്തിമ വിശകലനം നടത്തി ഒരഭിപ്രായം പറയുകയല്ല. നാനാ ഘടകങ്ങൾ ഇവിടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് വിവിധ മണ്ഡലങ്ങളിൽ വിവിധ രൂപത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. എങ്ങനെ വന്നാലും ഒരു കാര്യം വ്യക്തമാണ്, ഇടതുപക്ഷം ദേശീയ അടിസ്ഥാനത്തിൽ നേരത്തെ ഉണ്ടായതിനേക്കാൾ നേട്ടം കൊയ്യേണ്ടതായിരുന്നു. എങ്കിൽ മാത്രമേ ഈ വർഗീയ ഫാസിസത്തിനെതിരായി മതനിരപേക്ഷ ശക്തികളുടെ സ്ഥാനത്ത് നിന്ന് ശക്തമായി പ്രവർത്തിക്കാൻ കഴിയും. കോൺഗ്രസ് ആ കടമ നിർവഹിക്കുന്നില്ല. കോൺഗ്രസ്സാണ് BJPക്ക് അധികാരത്തിൽ വരാനുള്ള വഴിയൊരുക്കിയത്. കോൺഗ്രസ്സിൽ ജനങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നില്ല. നേരത്തെ ശ്രീ വേണു പറഞ്ഞതുപോലെ ജനങ്ങളെ മതേതര രാഷ്ട്രീയം പഠിപ്പിക്കുന്നത് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? അത് പരിശോധിക്കേണ്ടതുണ്ട്. മതേതര രാഷ്ട്രീയ നിലപാട് CPM-ഉം ഇടതുപക്ഷവും ഉറച്ച നിലപാടിൽ നിലനിൽക്കുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയം. വിജയരാജൻ മടങ്ങിയെത്താൻ താങ്കളിലേക്ക്. കെ വേണു, 99-ലെ വാജ്പേയി സർക്കാർ അധികാരമൊഴിഞ്ഞ ശേഷം 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാജ്യത്തെമ്പാടും ശക്തമായ സീറ്റുകൾ നൽകി ഒരു ശക്തിയായി തന്നെയാണ് ലോക്സഭയിലേക്ക് ഇടതുപക്ഷത്തെ ജനങ്ങൾ പറഞ്ഞയച്ചത്. സമാനമായൊരു സാഹചര്യം മോദി സർക്കാർ വരാൻ പോകുന്നു എന്ന പ്രചാരണം മുന്നിൽ നിൽക്കുമ്പോൾ ഇടതുപക്ഷത്തെ അമ്പെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജനം കണക്ക് തീർത്തിരിക്കുന്നു. എവിടെയായിരിക്കാം പിഴവ് സംഭവിക്കുന്നത്? ഇടതു കക്ഷികൾക്ക് ഒരു കൃത്യമായ സ്ട്രാറ്റജി, ഫാഷിസ്റ്റ് ശക്തികളെ തടഞ്ഞു നിർത്താൻ കഴിയുന്ന ഒരു സ്ട്രാറ്റജി രൂപപ്പെടുത്തുന്നതിൽ പിഴവ് പറ്റിയെന്നാണോ മനസ്സിലാക്കേണ്ടത്? ശ്രീ കെ വേണു. യെസ്, ചോദ്യം എന്നോടാണെന്ന് അറിഞ്ഞില്ല, അതുകൊണ്ടാണ് പറ്റിയത്. തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തമായൊരു അന്തരീക്ഷം ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ജയരാജൻ പറയുന്നത് പോലുള്ള ഒരു മതേതര ജനാധിപത്യ ശക്തികളുടെ ഐക്യം എന്നുള്ളത് പൊതുവിൽ ശരിയായ ഒരു മുദ്രാവാക്യമാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അതുണ്ടാവേണ്ടതായിരുന്നു എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് വിരുദ്ധം എന്ന് പറഞ്ഞ് നിൽക്കരുതായിരുന്നു ഇവർ. എല്ലാ മതേതര ശക്തികളും ഒരുമിച്ച് BJPയുടെ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താൻ വേണ്ടി നേരത്തെ തന്നെ ഒന്നിക്കേണ്ടതായിരുന്നു. പക്ഷെ വേറൊരു ഘടകം കൂടി ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനത്തെ ഔപചാരികമായ ഒരു ജനാധിപത്യ മതേതര ഐക്യം എന്നുള്ളത് ഇപ്പോൾ വെറുതെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല. മറിച്ച് ഒന്നിപ്പോൾ CPM ഒക്കെ നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ തന്നെ അപചയമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണെന്ന് പറയുമ്പോഴും അഴിമതി, വിലക്കയറ്റം, അതുപോലെ തന്നെ കെടുകാര്യസ്ഥത തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പരിഹരിക്കുന്നതിൽ അമ്പെ പരാജയപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടായത്. ഇതിനൊക്കെ തന്നെ പരിഹാരമുണ്ടാക്കണമെങ്കിൽ ജനാധിപത്യ മതേതര സംവിധാനത്തിൽ തന്നെ പുതിയ പരീക്ഷണങ്ങളും പുതിയ സമീപനവും ആവശ്യമുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരൊരു ജനാധിപത്യ പാർട്ടി തന്നെ പൂർണ്ണമായിട്ടാവുന്നില്ല എന്നുള്ളതാണ്. അവർ പറയുന്ന മതേതരത്വം പലപ്പോഴും മതവിരുദ്ധമാവുന്നുണ്ടെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ കാലഘട്ടം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി, പ്രത്യേകിച്ചും BJPയുടേത് പോലുള്ള ഒരു മുന്നേറ്റത്തെ നേരിടണമെങ്കിൽ കൂടുതൽ വിപുലമായ രീതിയിൽ വികസിക്കുന്ന ഒരു ജനാധിപത്യം എന്ന് പറഞ്ഞാൽ സുതാര്യമായ ഭരണ സംവിധാനത്തിലേക്ക് രാഷ്ട്രീയത്തെ തന്നെ സുതാര്യമാക്കുക, അതിലൂടെ അഴിമതി തന്നെ ഇല്ലാതാക്കുക, ജനങ്ങളുടെ അധികാര പങ്കാളിത്തം, സിവിൽ സമൂഹത്തിനൊക്കെ ജനാധിപത്യത്തിൽ പങ്കാളിത്തം നൽകുക തുടങ്ങിയൊക്കെയുള്ള ജനാധിപത്യത്തിൻ്റെ തുറസായ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വളർച്ച കൂടി ഉണ്ടാകുന്ന ഒരു മതേതര ജനാധിപത്യ ഐക്യം വന്നാൽ മാത്രമേ ഈ മോഡിയൊക്കെ ഉന്നയിക്കുന്ന വെല്ലുവിളിയെ നേരിടാനാകുകയുള്ളൂ. അത്തരം രീതിയിലുള്ളൊരു വികസനത്തിൻ്റെ പാതയിലേക്ക് അല്പം പോലും മാർക്സിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസോ മറ്റു പാർട്ടികളോ ഒന്നും തന്നെ വന്നില്ല എന്ന് മാത്രമല്ല, ഇവരെല്ലാവരും തന്നെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ അപജയത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സന്ദർഭത്തിലാണ് മോഡിയുടെ ഒരു പുതിയ ഇമേജൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് പുതിയ രീതിയിലുള്ളൊരു മുന്നേറ്റം ഇവിടെ വന്നത്. ഇതിന് നേരിടണമെങ്കിൽ കൂടുതൽ വലിയ ഒരു വെല്ലുവിളിയായി അതിനെ ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു പുനഃപരിശോധനയ്ക്ക് നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടികളും തയ്യാറാകേണ്ടതുണ്ട്. ഫസൽ ഗഫൂർ, ബംഗാളിലും കേരളത്തിലും CPM-ന്റെ സ്ട്രാറ്റജി ന്യൂനപക്ഷങ്ങളെ ആകർഷിക്കാൻ എത്രമാത്രം പര്യാപ്തമായിരുന്നു എന്നാണ് നാം ചർച്ച ചെയ്യുന്നത്. കേരളത്തിൽ BJP വിട്ടുവന്ന നമോ വിചാർ മഞ്ചുമായുള്ള കൂട്ടുകെട്ട് ഒരു പക്ഷേ ന്യൂനപക്ഷത്തെ CPM-ൽ നിന്ന് അകറ്റുന്നതിൽ ഒരു കാരണമായിരിക്കാം. ബംഗാളിൽ നമുക്കറിയാം, ബംഗാളിൽ
CPM-ന്റെ അണികളോ അനുഭാവികളോ തന്നെയാണ് പിന്നീട് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത്. തൃണമൂൽ കോൺഗ്രസ് ശക്തി പ്രാപിക്കുന്നത് CPM-ൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കിനെ തുടർന്നാണ്. ഇപ്പോൾ മറിച്ച് മറ്റൊരു ട്രെൻഡ് സംഭവിച്ചിരിക്കുന്നു. CPM-ന് പകരം BJP ബംഗാളിൽ കരുത്താർജിക്കുന്നു. സമാനമാണ് ഏറെക്കുറെ കൂട്ടിവായിക്കുമ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം. CPM-ന്റെ മതേതര നിലപാട് എന്നത് മതവിരുദ്ധമായി ന്യൂനപക്ഷങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എന്നാണോ? അതെ, ഞാനൊരു കാര്യം പറയാം. CPM-ന് ഉള്ള തകരാറ് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CPM നല്ലൊരു പാർട്ടിയാണ്, ഒരു സംശയം വേണ്ട. ഞാൻ CPM അനുകൂലിയാണ്, ആദ്യം പറയാം. അല്ലെങ്കിൽ പിന്നെ ജയരാജൻ വിചാരിക്കും ഞാൻ എന്താ ഇത്തരത്തിൽ സംസാരിക്കുന്നത്. ഞാൻ കാര്യം പറയട്ടെ, നമ്മുടെ രാജ്യത്ത് ഈ ജനങ്ങൾക്ക് മതമായിട്ട് വലിയ ബന്ധമുണ്ട്. അത് ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിമിനും മതം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം ഞാൻ എന്തെങ്കിലും മതത്തെ പറ്റി പറഞ്ഞാൽ ഈ എല്ലാ സ്നേഹം എന്നോട് എൻ്റെ സമുദായത്തിലുള്ളവർക്കൊക്കെ എതിരാവും. അപ്പോൾ CPM എന്ത് ചെയ്യുന്നു വെച്ചാൽ അനാവശ്യമായിട്ട് പാർട്ടി പ്ലീനത്തിൽ, ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ തവണ ക്ഷേത്ര കമ്മിറ്റിയിൽ മെമ്പറാവണ്ട, മറ്റേതാവണ്ട, മറിച്ച് ഈ തരത്തിലുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു. എന്നെ തന്നെ കോഴിക്കോട്ടെ ഒരു സമുന്നതനായ CPM നേതാവ്, അദ്ദേഹം സ്ഥിരം ഗുരുവായൂർ പോണ ആളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്തിനാ ഈ വേണ്ടാത്ത വർത്തമാനമൊക്കെ പറയാമെന്ന്. അവർ CPM ഉദ്ദേശിക്കുന്ന ഒന്നാണ്, പക്ഷേ പുറത്ത് പ്രത്യേകിച്ച് മീഡിയ CPM-ന് ഭയങ്കര ഹോസ്റ്റൈലാണ്. കേരളത്തിലെ മീഡിയ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും CPM-നെ കശാപ്പ് ചെയ്യണമെന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാരാണ് അവർ. അപ്പോൾ ആ നിലയ്ക്ക് ഇത്തരത്തിലുള്ള വേണ്ടാത്തൊരു കാര്യം എടുത്തു തന്നു. അതേമാതിരി തന്നെ ആ പെൺകുട്ടികളുടെ വിവാഹപ്രായത്തിൻ്റെ ആ വിഷയത്തിൽ അവിടെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പലവട്ടം പറഞ്ഞാണ്. അതായത് അവിടെ ആ മീറ്റിങ്ങിൽ, ആ കോഴിക്കോട് സംഭവം ചർച്ച ചെയ്യാൻ കൂടിയ ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് ചെറിയ അഭിപ്രായങ്ങൾ ഡിസ്കഷൻ വന്നു. അത് ഏതൊരു വിഡ്ഢിയായിട്ടുള്ള ഒരാളവിടെ പോയിട്ട് പ്രസ് കോൺഫറൻസ് എന്തോ വിഡ്ഢിത്തരം പറഞ്ഞു. പക്ഷേ അത് വീണ്ടും വലിയ സെമിനാറുകളും ബഹളങ്ങളും ആക്കിയിട്ട്, ഒരു ഉദാഹരണം ഞാൻ പറയാം. വയനാട്ടിലൊരു സെമിനാറിൽ ഞാൻ പങ്കെടുത്തപ്പോൾ നിലമ്പൂർ ഐഷയാണ് CPM ഒരു മുസ്ലിം പ്രതിനിധിയായിട്ട് കൊണ്ടുവരുന്നത്. എങ്ങനെയുണ്ടത് സംഭവം? ഞങ്ങളൊക്കെ സെക്യുലറായിട്ടുള്ള ആൾക്കാരല്ലേ. എന്നെ സംബന്ധിച്ച് ഞാൻ ഓണം കൊണ്ടാടണം എന്ന് പറഞ്ഞ ആളാണ്, മനസ്സിലല്ലേ. ഞാൻ അത്തരത്തിലുള്ള സെക്യുലറായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ആളാണ്, മനസ്സിലല്ലേ. സെക്യുലറായിട്ട് ഇടപെടുന്ന ഒരാളാണ്. ഇവർ നിലമ്പൂർ ഐഷയെ വിളിച്ചുകൊണ്ടിരുന്നു സെമിനാറിന്. എന്നിട്ട് ഭയങ്കരമായ ചർച്ച നടത്തുന്നു. എന്തിനാണ് ഈ വേണ്ടാത്ത ചർച്ചകളൊക്കെ ചെയ്യുന്നത്? മതത്തിൻ്റെ വഴിക്ക് കൂടെ പോയിക്കോട്ടെ, ഇത് ഇതിൻ്റെ വഴിക്ക് കൂടെ പോട്ടെ. മത തീവ്രവാദത്തെ നമുക്ക് എതിർക്കാം, SDPI-നെ നമുക്ക് എതിർക്കാം, ഈവൻ ജമാഅത്തെ ഇസ്ലാമിയെ എതിർത്തുള്ളൂ. അത് താത്വികമായിട്ട് എതിർക്കുന്ന ഒരു കാര്യമാണ്. പിണറായി വിജയൻ വളരെ അതിശക്തമായിട്ട് ഇവിടെ വെച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് കണ്ണൂർ വെച്ചിട്ട് മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുള്ള. പക്ഷേ മതപരമായ കാര്യങ്ങൾ മുമ്പും EMS-ന് ഈ പിഴവ് പറ്റിയതാണ് ഈ ശരീഅത്ത് വിഷയത്തിൽ പോയിട്ട് തലയിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതെന്താ കാര്യം വെച്ചാൽ മതപരമായ കാര്യങ്ങൾ ഞാൻ ജവഹർലാൽ നെഹ്റുവിനെ കോട്ടിയാണ്. ഇന്ത്യ ഈസ് സഫറിങ് ഫ്രം എൻ എക്സസ് ഓഫ് റിലീജിയോസിറ്റി എന്നാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഉള്ളിലെല്ലാം, മനസ്സിലായല്ലേ, അന്തർലീനമായിട്ട് മതവും ജാതിയും കുറച്ചൊക്കെ ഉണ്ട്. അത് എൻ്റെ ഉള്ളിലുണ്ടാവും, മനസ്സിലല്ലേ. പക്ഷേ ഒരു സെക്കുലറായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ കഴിയുന്നിടത്തോളം ആ വിഷയം ടച്ച് ചെയ്യാതിരിക്കുക എന്നുള്ള പോളിസിയാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള ഓരോരോ വിവാദങ്ങൾ എടുത്തിടുമ്പോൾ അപ്പുറത്തെ വശത്തുള്ള വർഗീയവാദികൾക്ക് ഇതൊരു ചാൻസാണ്. കണ്ടില്ലേ, CPM ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവർ മുസ്ലിം വിരുദ്ധരാണ്, അല്ലെങ്കിൽ അവർ ക്രൈസ്തവ വിരുദ്ധരാണ്. പിന്നെ ഞാൻ പറയല അതുമാതിരിയുള്ള ക്ഷുദ്രജീവി പ്രയോഗം തൊട്ടിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവരവരെ വഴിക്ക് പോയിക്കോട്ടെ. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് ക്രിസ്ത്യാനികൾ 80 to 90% ക്രിസ്ത്യൻസ് വോട്ട് ചെയ്യുന്നില്ല, മുസ്ലിമുകളാണ് കൂടുതൽ CPM-ന് വോട്ട് ചെയ്യണം. ഞാൻ എവിടെ വെച്ചാൽ ജയരാജനെ വെല്ലുവിളിക്കാൻ ഞാൻ തയ്യാറാണ്. ഇരട്ടി മുസ്ലിമുകൾ വോട്ട് ചെയ്യുന്നുണ്ട്. വയനാട് സമയക്രമത്തിലിടുകയാണ്. MV ജയരാജൻ, ഇവിടെ ക്ഷുദ്രജീവി പ്രയോഗം വന്നതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. കൊല്ലത്ത് പരനാറി പ്രയോഗവും അടുത്തുണ്ടായ ചെറ്റ പ്രയോഗവുമെല്ലാം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൽ നിന്നുണ്ടാവേണ്ടതാണോ? അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ യഥാർത്ഥത്തിൽ CPM നേതൃത്വത്തിൻ്റെ വില സമൂഹത്തിൽ ഇടിക്കുകയാണ്. മാത്രമല്ല, ചെറ്റ പോലുള്ള പ്രയോഗങ്ങൾ തികച്ചും ഫ്യൂഡലായിട്ടുള്ള ചില പ്രയോഗങ്ങളാണ്. ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. യഥാർത്ഥത്തിൽ MA ബേബിയുടെ തോൽവിക്ക് അത്തരം പ്രയോഗങ്ങൾ കൂടി കാരണമായേക്കാം എന്ന സൂചനയാണ് ഇന്ന് PB-യുടെ നിരീക്ഷണത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇതിൽ ആദ്യമായി ഒരു കാര്യം വ്യക്തമാക്കേണ്ടത്, ഏതെങ്കിലും ഒരു വ്യക്തിയെ ആക്ഷേപിക്കാൻ വേണ്ടിയല്ല ഇത്തരത്തിലുള്ള ചില പ്രയോഗങ്ങൾ നടത്തിയത് എന്ന് പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കിയതാണ്. ചെയ്തിയെ വിശകലനം ചെയ്തതല്ല. ഇപ്പോൾ കരിങ്കാലി കരുണാകരൻ എന്ന് കരുണാകരനെ വിളിക്കുന്ന സമയത്ത് വ്യക്തിപരമായ ഒരു ആക്ഷേപത്തെ അടിസ്ഥാനമാക്കിയല്ല അന്നത് ആളുകൾ കണ്ടത്. അതുപോലെ ചെയ്തികളെ വിശകലനം ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. ഇത് നാം മാധ്യമങ്ങൾ വഴി വ്യക്തിയെ ആക്ഷേപിക്കുന്ന വിധത്തിലേക്ക് മാറ്റി ചർച്ചകൾ കൊണ്ടുവന്ന് അതുണ്ടാക്കിയ പ്രശ്നമാണ് പുലിവാലായത്. ഞാൻ മറ്റൊരു കാര്യം ശ്രീ ഫസൽ ഗഫൂർ പറഞ്ഞത് വ്യക്തമാണ്. മതം രാഷ്ട്രീയത്തിനും രാഷ്ട്രീയം മതത്തിലും ഇടപെടാൻ പാടില്ല എന്നതാണ് ഞങ്ങളുടെ നിലപാട്. ക്ഷേത്രത്തിലോ പള്ളിയിലോ ക്രിസ്ത്യൻ ചർച്ചിലോ ആരും പോകാൻ പാടില്ല എന്ന്
പാർട്ടി പ്ലീനത്തിൽ ഒരു തീരുമാനവും. അത് അന്ന് തന്നെ വ്യക്തമാക്കിയതാണ്. തെറ്റായ വാർത്തകൾ വന്നതാണ്. എന്തേ പറഞ്ഞിട്ടുള്ളൂ? CPM-ന്റെ ജില്ലാ സെക്രട്ടറി പള്ളി കമ്മിറ്റിയിൽ പോയി ഇടപെടണ്ട, CPM-ന്റെ ജില്ലാ സെക്രട്ടറി ക്ഷേത്ര കമ്മിറ്റിയിൽ പോയിട്ട് ഇടപെടണ്ട. എന്നാൽ CPM-കാരായ ക്ഷേത്രത്തിൽ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ ക്ഷേത്ര കമ്മിറ്റിയിലുണ്ട്, പള്ളി കമ്മിറ്റിയിലുണ്ട്, ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ഉത്സവ കമ്മിറ്റിയിലുണ്ട്. അതങ്ങനെ നിൽക്കും. എത്രയോ ആളുകൾ ആരാധനാലയങ്ങൾ പോകുന്നുണ്ട്. ഇവിടെ നേരത്തെ ശ്രീ വേണു പറഞ്ഞ ഒരു കാര്യം, മതവിരുദ്ധമാണ് CPM-ന്റെ സമീപനം. ഏതിലാണുള്ളത്? മതം രാഷ്ട്രീയത്തിൽ, രാഷ്ട്രീയ മതത്തിൽ ഇടപെടാൻ പാടില്ല. അതാണ് മതനിരപേക്ഷതയുടെ രാജൻ. ഫസൽ ഗഫൂർ അവിടെ സൂചിപ്പിച്ച മറ്റൊരു കാര്യം, ചില വ്യക്തികളെ CPM-നെ പ്രതിനിധീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. PK സൈനബ തട്ടമിടാത്തത് വലിയ കാര്യമായി ആവർത്തിക്കുമ്പോൾ നമ്മൾ മറന്നുപോകുന്നു മുൻപ് സുർജിത് സിംഗ് തലപ്പാവ് വെച്ചാണ് പൊതുസമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടതെന്ന്. ഇതെല്ലാം ഓരോ വ്യക്തിയുടെയും ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചല്ലേ. ആർട്ടിക്കിൾ 25 എന്താ പറയുന്നത്? മതസ്വാതന്ത്ര്യം ഓരോ വ്യക്തിക്കും വിപുലമായി കൊടുത്ത ഒരു രാജ്യമാണിത്. മതചിഹ്നങ്ങളനുസരിച്ച് ജീവിക്കുന്നവരുണ്ട്, വിശ്വാസ പ്രമാണമനുസരിച്ച് പോകുന്നവരുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും വിശ്വാസ പ്രമാണമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ച ഒരു രാജ്യത്ത് നാം മതാധിഷ്ഠിത രാഷ്ട്രമാക്കി രാജ്യത്തെ മാറ്റാൻ നടത്തുന്ന ശ്രമത്തെ എതിർക്കുക എന്നതല്ലാതെ, മതനിരപേക്ഷതയ്ക്ക് കോട്ടം തട്ടുന്ന സമയത്ത് അതിനെതിരായി രംഗത്ത് വരിക എന്നതല്ലാതെ മറ്റെന്താ മാർഗം? ഇവിടെ ശ്രീ വേണു പറഞ്ഞ മറ്റൊരു കാര്യം മറുപടി അറിയിക്കും. CPM-ന്റെ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു പുതിയ വ്യാഖ്യാനം. ഞാൻ ചോദിക്കട്ടെ, CPM അല്ലേ പാർട്ടികളുടെ അടിസ്ഥാനത്തിൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ പാർലമെൻ്ററി വേദികളിൽ പ്രാതിനിധ്യം കൊടുക്കണമെന്ന് പറഞ്ഞത്? ആ ജനാധിപത്യത്തെക്കാൾ വലിയ ജനാധിപത്യം വേറെ ഏതാ? എന്നിട്ട് CPM-ൽ ജനാധിപത്യമില്ല. എന്തെല്ലാം കണ്ടുപിടുത്തമാണ്! ഇന്ന് നിലവിലുള്ള പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ന്യൂനത ഓരോ പാർട്ടിക്കും ജനങ്ങൾക്കുള്ള ആ പാർട്ടിയോടുള്ള പിന്തുണയുണ്ടല്ലോ, ആ പിന്തുണ പ്രതിഫലിപ്പിക്കും വിധത്തിലല്ല. അപ്പോൾ ഒരു ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ വരുന്ന വിധത്തിൽ ഇന്നത്തെ പാർലമെൻ്ററി ജനാധിപത്യ ഘടന മാറ്റാൻ തയ്യാറുണ്ടോ? ഇതാണ്